ആദ്യം തന്നെ തിരുകുമാരനോടും അമ്മ മാതാവിനോടും ഞാൻ 1000 നന്ദി പറയുന്നു. എന്നെ ആൾത്താരയിൽ എത്തിച്ചതിനും എൻ്റെ സാക്ഷ്യം പറയാൻ കഴിയുന്നതിനും. ഞാൻ മുമ്പ് എൻ്റെ പേര് ആകാശ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ചോര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ അമ്മ കാരണമാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ധ്യാനം കൂടാനും ഉടമ്പടി എടുക്കുവാനും കാരണം. അമ്മ എന്നും രാത്രിയും രാവിലെയും പ്രാർത്ഥിക്കുന്നതും അതെല്ലാം ഞാൻ കാണുമായിരുന്നു. അമ്മയോടൊപ്പം ഞാൻ പ്രാർത്ഥനയിൽ ചേരുമായിരുന്നു. എനിക്ക് ആദ്യം ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ സബ്ജക്റ്റ് പാസ്സാവാനും. അപ്പം ഞാൻ ആ സമയത്ത് ഉടമ്പടിയിലൊന്നുമല്ല, എൻ്റെ അമ്മ പക്ഷേ ഉടമ്പടിയിലായിരുന്നു. അതിനാൽ അമ്മയോടൊപ്പം പ്രാർത്ഥന കൂടുകയും അങ്ങനെ ഞാൻ ഡിഗ്രി പാസ്സാവുകയും ചെയ്തു. ഒരു സപ്ലി പോലും ഇല്ലാതെ കറക്റ്റ് ഇയർ ഔട്ടായപ്പം ഞാൻ എല്ലാ സബ്ജക്റ്റും എഴുതിയെടുത്ത് എല്ലാം പാസ്സായി. അപ്പോഴേക്കും എനിക്കൊരു വിശ്വാസം വന്നു അമ്മ മാതാവിലോട്ട്. അങ്ങനെ അമ്മയോടും അച്ഛനോടും നിർബന്ധിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആദ്യ ഉടമ്പടി ഞാൻ ഏപ്രിൽ മാസമാണ് എടുക്കുന്നത്. ലാസ്റ്റ് ഇയർ ഏപ്രിൽ മാസം എടുക്കുകയും ഞാൻ നോർമലിയുള്ള എൻ്റെ പഠിത്ത കാര്യത്തിനും മുന്നോട്ടുള്ള ഇതിനും പറ്റി ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് എൻ്റെ വീട് ഭയങ്കര തകർച്ചയിലോട്ടായിരുന്നു. കാര്യം ആരും സഹായിക്കാനോ അച്ഛൻ്റെ ജോലി ശമ്പളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് അത് അന്നുള്ള ചിലവിന് പോലും നമുക്ക് കഴിയാതുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഡെയിലി പെട്രോൾ അടിക്കാൻ പോലും എനിക്ക് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനോട് ചോദിക്കാൻ എനിക്ക് മടിയായിരുന്നു. കാര്യം എനിക്കറിയാം അച്ഛൻ്റെ പൈസ ഇല്ല. പക്ഷെ എന്നാലും അങ്ങനെ കഴിഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ഉടമ്പടിയിൽ അതെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ പഠിത്ത കാര്യത്തിനുള്ള ചിലവും എല്ലാം കഴിഞ്ഞു പോകാനേ നമുക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കി തരണമേ എന്ന്. പക്ഷേ ഞാൻ ഇവിടെ അന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ അന്ന് തന്നെ ഏകദേശം എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് അന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു. കഴക്കൂട്ടത്ത് എത്തിയപ്പോൾ തന്നെ അച്ഛനൊരു ഫാമിലി ഇതേപോലെ ഒരു ജോബ് ഓഫറായിട്ട് അച്ഛൻ വിളിക്കണം. അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അച്ഛന്. അങ്ങനെ ഒരു ജോലി അച്ഛന് കിട്ടുകയും എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് വിചാരിച്ചൊരു ഡിപ്ലോമ കോഴ്സിന് എനിക്ക് അഡ്മിഷൻ എടുക്കാനും അത് സഹായിച്ചു. അങ്ങനെ തന്നെ ഫസ്റ്റ് അനുഭവം തന്നെ ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടി. ഇത്രയും പെട്ടെന്ന് സഞ്ചരിക്കുന്ന മാതാവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും പെട്ടെന്ന് സഞ്ചരിച്ചതിൻ്റെ ഓരോരോ വഴികൾ എനിക്ക് എത്തിച്ച് തരുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബ് വഴി കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എനിക്കും ഇതുപോലൊരു സാക്ഷ്യം ഉണ്ടാവുമോ മാതാവേ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിക്കും. ഞാനൊരു ഹിന്ദു ആയിരുന്നില്ല. എനിക്ക് ആരെ വിശ്വസിക്കണമെന്നോ എനിക്ക് അറിയത്തില്ല. ആരെടുത്ത് പ്രാർത്ഥിച്ചാൽ എങ്ങനെ എന്ത് കിട്ടും. അങ്ങനെയാണ് ഞാൻ മാതാവിനെ അടുത്ത് പൂർണ്ണമായിട്ടും മാതാവിനെ ഞാൻ ഗോഡെന്നുപരി ഞാൻ ആസ് എ ഫ്രണ്ടായിട്ടാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, എനിക്ക് ഇത് ചെയ്തു തരണേ, എനിക്ക് നാളെ പോയി ഇത് സഹായിക്കണമേ. അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങൾ പ്രതിസന്ധികളും ഏർപ്പെട്ട് പക്ഷെ അത് ഫ്രണ്ടിലൂടെ മാതാവിനെ പോയി എന്നെ എല്ലാം കാര്യവും അങ്ങനെ ഞാൻ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് പുറത്തോട്ട് മാസ്റ്റേഴ്സിന് പോകണമെന്നായിരുന്നു അടുത്ത ആഗ്രഹം. അതിന് മുന്നേ എനിക്ക് കയ്യിലൊരു മുഴയുണ്ടായിരുന്നു. ഇവിടെ കയ്യിലൊരു ചെറിയൊരു മുഴയുണ്ടായിരുന്നു. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു വലിയൊരു മുഴയുണ്ടായിരുന്നു. ഒരു സിസ്റ്റായിരുന്നു. പക്ഷേ ഞാൻ പല ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നീ സർജറി ചെയ്യേണ്ടി വരും, ഒരു മിനി സർജറിയാണ് എന്നാൽ പോലും ചെയ്യേണ്ടി വരും. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് വെച്ചനും എൻ്റെ കൈ കീറി മുറിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വേണ്ട അതൊന്നും വേണ്ട, അമ്മ മാതാവിൻ്റെ അടുത്ത് നീ ഏർപ്പിക്ക് പ്രാർത്ഥിച്ചിട്ട് ഡെയിലി നിൻ്റെ തൈലം പുരട്ടിയിട്ട് കിടന്നാൽ മതി എന്ന് പറയും. എന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണു തുറക്കുമ്പോൾ നേരെ ഞാൻ എൻ്റെ കൈ തൊട്ട് അവിടെയാണ് തൊടുന്നത്. പക്ഷേ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം എൻ്റെ കയ്യിൽ ആ മുഴയില്ല. അവിടെ ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നെന്ന് പോലും കാണാൻ കഴിയില്ല. അത്രയ്ക്കും ഞാൻ ട്രൂലി ബ്ലെസ്ഡ് ആയോ അല്ലെ, ഞാൻ ഇംപ്രസ്ഡ് ആയിരുന്നു. അത്രയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യം തന്നെ എഴുതിയിരുന്നത് എനിക്ക് വിദേശ പഠനത്തിന് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ മാസ്റ്റേഴ്സിന് ഞാൻ കാര്യം എൻ്റെ വീടിരിക്കുന്ന വേറെ 2.5 സെൻറ്റിലാണ്. അപ്പോൾ കൊളാട്രൽ ഇല്ലാതെ ലോൺ കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. കൊളാട്രൽ ഇല്ലാതെ ഒരിക്കലും ലോൺ കിട്ടത്തില്ല. എന്തെങ്കിലും ഈട് വെച്ചാലേ നമുക്ക് ലോൺ എടുത്ത് പോകാൻ കഴിയത്തുള്ളൂ. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയെങ്കിലും അത് തികഞ്ഞില്ല, വീണ്ടും പൈസ വേണമായിരുന്നു. അപ്പോൾ അതിനാൽ ഇതേപോലെ SBI പുതിയൊരു സ്കീം തന്നെ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു മാതാവായിട്ട് എനിക്ക് ഈ വർഷം കൊണ്ടുവന്നായിരിക്കും. ടോപ്പ് 100 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ ഇങ്ങോട്ട് നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ ടോപ്പ് 100 യൂണിവേഴ്സിറ്റി നോക്കി തിരഞ്ഞെടുത്ത് എൻ്റെ സബ്ജക്റ്റ് ഞാൻ ജോഗ്രഫിയാണ് പഠിച്ചിരുന്നത്. അതിൻ്റെ ഉപരിപഠനം ഞാൻ നോക്കി അപ്ലൈ ചെയ്യുകയും ഞാൻ കഴിഞ്ഞ ഈ വർഷം മാർച്ച് 10-നാണ് ഞാൻ ഉടമ്പടി വെച്ചത്. അതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന പോലും, ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന പോലും. അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് അവിടെ ഓഫർ ലെറ്റർ വരികയും എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു വിത്തിൻ ഡേയ്സ് ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓഫർ ലെറ്റർ വെച്ച് ക്യാഷ് ബുക്ക് ചെയ്യും, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക ശേഷി വെച്ച് നമുക്ക് ഇതൊന്നും എങ്ങനെ നടന്നു പോകണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇൻഷുറൻസ് അടക്കി എല്ലാ കാര്യത്തിനും ഇപ്പോൾ ലോൺ അപ്ലൈ ചെയ്താൽ പോലും എന്നും ഞാൻ എൻ്റെ കാശ് രൂപനെ എപ്പോഴും എൻ്റെ കയ്യിൽ വെച്ചേക്കും. എൻ്റെ പേഴ്സിൽ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും കാണും. എവിടെ പോയാലും അമ്മ പറഞ്ഞിട്ടുണ്ട്
ഉപ്പ് വിതറിയിട്ടേ പോകാവുള്ളൂ. അങ്ങനെ ഉപ്പും എണ്ണയും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. ഉപ്പ് ഞാൻ എവിടെ പോയാലും ഒരു പേപ്പറിലായാൽ പോലും ഉപ്പ് വിതറിയിട്ടാണ് കൊടുക്കുന്നത്. ബാങ്കിലൊരു കാര്യം സബ്മിറ്റ് ചെയ്യാൻ പോലും ഉപ്പ് വിതറിയിട്ട് ഞാൻ കൊടുക്കും. അങ്ങനെ എന്തൊക്കെ എവിടെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് അവിടെ എല്ലാം ഉപ്പ് കാണും. എന്ന് വെച്ചാൽ ഉപ്പാണല്ലോ എല്ലാം എന്ന് പറയും പോലെ, അച്ഛൻ പറയും പോലെ ഞാൻ എല്ലായിടത്തും അത് വിതറുമായിരുന്നു. അതെല്ലാം ആയിരിക്കാം എന്നെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ തീരുന്നത്, ഈ ഉടമ്പടി തീരുന്നത് ലാസ്റ്റ് മന്ത് 10-ാം തീയതിയാണ്. എന്ന് വെച്ചാൽ മാർച്ച് 10-ന് അടുത്ത് ലാസ്റ്റ് മന്ത് 10-ാം തീയതി എൻ്റെ ഉടമ്പടി തീരുകയാണ്. കറക്റ്റ് 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയമാണ്. മാർച്ച് 10-ാം തീയതി 12 മണിക്കാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇറങ്ങുന്നത്. ലാസ്റ്റ് മന്ത് 10-ാം തീയതി ഞാൻ ക്ലാസ് കഴിഞ്ഞ് 12 മണിക്ക് ഇറങ്ങിയതും എൻ്റെ ലോണ് പാസ്സായി. എനിക്ക് എങ്ങനെ നടന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത്രയ്ക്ക് വണ്ടറായിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഈട് പോലും വെക്കാതെ 50 ലക്ഷം രൂപ വെറുതെ ഒരാൾക്ക് എൻ്റെ ഒരു പേരിലാണ് തരുന്നത്. നമുക്ക് ആരെങ്കിലും ഒരാൾ വസ്തുവോ വീടോ വയ്ക്കുന്ന ഒരു ആവശ്യമില്ലാതെ എൻ്റെ ഒരു ഓഫർ ലെറ്ററിൻ്റെ ബേസിൽ എനിക്ക് 50 ലക്ഷം രൂപ കിട്ടി. 60th റാങ്കാണ്, വേൾഡ് ഗ്ലോബൽ 60th റാങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. എനിക്ക് ഇത്രയും മാർക്കൊന്നുമില്ല, എനിക്ക് കിട്ടാൻ മാത്രം മാർക്കും ഇല്ല. അതാണ് വേറൊരു പോയിന്റ്. എനിക്ക് ഒട്ടും യോഗ്യതയില്ല, എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു. കിട്ടി പോയി എന്ന് വെച്ചാൽ വേറൊരു മാർഗ്ഗം എനിക്കില്ല. എനിക്കിനി എങ്ങനെയും വിദേശത്ത് പോയി പഠിച്ച് അവിടെ നിന്ന് മുന്നോട്ട് എങ്ങനെയും പോകാനാണ് പ്ലാൻ. കാര്യം എന്നെ സഹായിക്കാൻ, എൻ്റെ കുടുംബത്തിനെ സഹായിക്കാൻ ആരുമില്ല, അതെനിക്കറിയാം. അച്ഛൻ്റെ ഒരു ജോലി ബേസിലാണ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പം എനിക്കൊരു കുടുംബത്തിനെ എങ്ങനെയും താഴ്ത്താങ്ങായിട്ട് എനിക്ക് കൊണ്ടുപോകണം. അതിനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വിസ വരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അടുത്ത ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്ന പോലും. അതെനിക്ക് ലഭിക്കുമെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ ഓരോരോ പ്രതിസന്ധികളും അമ്മ മാതാവ് ഞാൻ സഞ്ചരിക്കും മുന്നേ അമ്മ മാതാവ് എന്നെ മുന്നിലേ കണ്ട് അതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകും. എനിക്കിതുവരെ ഒരു പ്രതിസന്ധി എനിക്ക് നേരിട്ട് ഞാൻ കരഞ്ഞിട്ട് പോലും. ഞാൻ എന്നും രാത്രി സംസാരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എന്നും രാത്രി ചെന്ന് സംസാരിക്കും. ഇതേപോലെയാണ്, നാളെ ഇങ്ങനെ പോകണം, നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, സഹായിക്കണേ. എൻ്റെ സ്വന്തം അമ്മയോട് സംസാരിക്കും പോലെ അമ്മ മാതാവിനായിട്ട് ഞാൻ സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തു പോയി. ഇതുവരെയുള്ള എല്ലാ കാര്യവും എന്നെ വളരെ ഹെൽപ്ഫുള്ളായി, ഗ്രേറ്റ്ഫുള്ളായി. മദർ ഈസ് ഡിവൈൻ എന്ന് പറയും പോലെ ഷീ ഹെൽപ്പ് മീ എ ലോട്ട്. അങ്ങനെ ഞാൻ അത്രയ്ക്കും ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു മൊമെൻ്റാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അത്രയ്ക്കും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. ഇവിടെ നിന്ന് നിങ്ങൾ ഇത്രയും പേരുടെ മുന്നിൽ ഇത്രയും പറയാൻ വേണ്ടി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നടത്തിയെന്ന് വെച്ചാൽ ഞാൻ സ്റ്റുഡൻറ്റ് എനിക്ക് അത്രയും ഹെൽപ്പൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് തന്നെ അറിയാം. പക്ഷേ എൻ്റെ മുന്നിൽ കാണുന്ന ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരായിരിക്കാം, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരാളായിരിക്കാം. ഞാൻ അവർക്ക് ചിലപ്പോൾ ഒരു ചായ വടയായിരിക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കയ്യിൽ ഉള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കും. ഇപ്പം ഞാൻ വഴിയെ ചിലപ്പോൾ പോകുമ്പം ഒരു ലോട്ടറി ഒരു അപ്പനുണ്ട്, മിക്കവാറും ഞാൻ കാണും. ഇപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ ഒരു 100 രൂപ ഉള്ളപ്പം ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ട് ബാക്കി വെച്ചേക്കാൻ പറയും. ഞാൻ എഡിറ്റൊക്കെ ചെയ്യും, വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഒരു 100 രൂപ കൊടുത്ത് എനിക്ക് അന്നത്തെ രാത്രി ചിലപ്പോൾ എനിക്ക് 1000 രൂപയായിട്ട് കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഏറ്റവും മെയിൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു 100 രൂപയായിട്ട് കിട്ടും. അത്രയ്ക്കും കുറവാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷിത പ്രവർത്തനം ഏറ്റവും കൂടുതൽ ചെയ്താൽ അത്രയും നിങ്ങൾ കാരുണ്യ പ്രവർത്തനം അത്രയും ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ട്രൂലി ബ്ലെസ്ഡ് ആയിട്ട് മാതാവ് നിങ്ങൾക്ക് തിരിച്ചു തരും. അത് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1000 രൂപ അല്ലെങ്കിൽ 1 കോടി രൂപയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിരിക്കും. അതാണ് ഏറ്റവും എനിക്ക് തോന്നിയൊരു അനുഭവം. അങ്ങനെ പത്രമൊക്കെ ഞാൻ എല്ലാ വീടുകളിൽ തോറും വിതരണം ചെയ്യും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും. ആദ്യമൊക്കെ അവർ ഒട്ടും വിശ്വാസമില്ല, പക്ഷേ അവർ തന്നെ ഇതേപോലെ ഞാൻ ഇവിടെ നിന്ന് ലോക്കറ്റ് മേടിച്ചിട്ട് അവർക്കൊക്കെ കൊടുക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവർ എന്നോട് ഇന്ന് പോലും പറഞ്ഞിട്ടുണ്ട്, എനിക്കത് മേടിച്ചുകൊണ്ട് വരണേ, ആ സാധനം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണേ, മാതാവിൻ്റെ മറ്റേ മാലയൊക്കെ മേടിച്ചുകൊണ്ട് വരണേ, അങ്ങനെയൊക്കെ പറയും. അത്രയ്ക്കും ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, എൻ്റെ അനുഭവങ്ങൾ ഞാൻ എല്ലാവരോടും പറയും. എനിക്കതിനൊരു മടിയുമില്ല. ഇത്രയൊക്കെ അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായത്. ഇപ്പം സാമ്പത്തിക ശേഷി നമുക്ക് കുഴപ്പമില്ലാതെ, നമുക്ക് അച്ഛൻ്റെ നല്ല ജോലിയുണ്ട്, ഇപ്പം കുഴപ്പമില്ലാതെ നമുക്ക് നല്ല രീതിക്ക് പോകാൻ കഴിയുന്നുണ്ട്. പിന്നെ വിസയ്ക്ക് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ സെപ്റ്റംബറിലാണ് എനിക്ക് ഇൻടേക്ക് പോവേണ്ടതെല്ലാം. ഇത്രയാണ് എനിക്കുണ്ടായ അനുഭവങ്ങൾ. ഇതെല്ലാം നടത്തി തന്നതിനും യേശുക്രിസ്തുവിനോടും അമ്മ മാതാവിനോടും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 91:4. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. ആകാശ് എന്ന ഈ മകൻ